ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന അവസരത്തിൽ താൻ വളർന്നു വന്ന സ്ഥലമായ കഫർനഹൂമിലെ ജപാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ ചെന്നപ്പോൾ അവിടുത്തെ പുരോഹിതന്മാർ യേശുവിനെ പരിചയമുള്ളവരായിരുന്നതുകൊണ്ട് ദൈവവചനം വിശദീകരിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പഴയ നിയമ പുസ്തകത്തിലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്നപ്പോൾ തന്നെക്കുറിച്ച് തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന വചനം യേശു കണ്ടു. യഹൂദന്മാരുടെ എല്ലാ സിനഗോഗുകളിലും ആരുമിരിക്കാത്ത ഒരു കസേരയുണ്ട്. ആ കസേരയുടെ ഉദ്ദേശം ഇതാണ്: മിശിഹ വരുമ്പോൾ, മിശിഹായുടെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ അവർക്ക് വളരെ വലുതായിരുന്നു. മിശിഹ വരുമ്പോൾ ഇരിക്കുവാനുള്ള കസേരയാണ്. പുസ്തകം പുരോഹിതർക്ക് തിരിച്ചു കൊടുത്ത ശേഷം ആ കസേരയിൽ ഈശോ ചെന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ പ്രവചനം പൂർത്തിയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈശോ പ്രഘോഷിച്ചത്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്താണ് ഈശോയുടെ ദൗത്യം? ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് 7 ഭാഷയിലുള്ള ധ്യാനം തുടങ്ങിയിട്ട് അനേക വർഷങ്ങളായി. ഡിവൈൻ ധ്യാന കേന്ദ്രം തുടങ്ങുന്നത് 1990 ഡിസംബർ മാസത്തിൽ സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ളൊരു ധ്യാനം ആയിരുന്നു തുടക്കം. പിന്നെ എല്ലാ ആഴ്ചയിലും ധ്യാനമുണ്ടായിരുന്നു. മലയാളത്തിലുള്ള ധ്യാനമായിരുന്നു. അങ്ങനെ ധാരാളം പേര് മലയാളത്തിലുള്ള ധ്യാനത്തിന് വന്നുകൊണ്ടിരിക്കുന്ന അവസരം ഒരിക്കൽ ബഹുമാനപ്പെട്ട ജോർജ് പനക്കിലച്ചൻ എൻ്റെ മുറിയിൽ വന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇനി നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനം ഞങ്ങളിലേക്ക് വന്നതുകൊണ്ടായിരിക്കണം. അന്നിങ്ങനെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ധാരാളം മലയാളികൾ വരുന്നുണ്ടല്ലോ, നമുക്ക് തമിഴ്നാട്ടിന് വേണ്ടി പ്രാർത്ഥിക്കാം. തമിഴ്നാട്ടിലെ ജനം പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഏതാനും മിനിറ്റ് ഞങ്ങൾ അങ്ങനെ തമിഴ്നാട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചതും 3-ാം ദിവസം തൊട്ട് നമ്മളാരും പ്രത്യേകം ഒന്നും ചെയ്യാതെ തമിഴ് ഭാഷ സംസാരിക്കുന്നവർ ഇവിടെ വരാനും തുടങ്ങി. അപ്പോൾ എങ്ങനെയെങ്കിലും തമിഴ് ഭാഷയിൽ ഏതാനും പേരാണ് വന്നതെങ്കിലും അവരെ ധ്യാനിപ്പിക്കാതെ വിടണ്ട എന്ന് കരുതി ധ്യാനം ആരംഭിച്ചു. പിന്നീട് ഇത്രയും കാലമായിട്ട് 24 കൊല്ലമായിട്ട് ഇതാ എല്ലാ ആഴ്ചയിലും തമിഴ് ഭാഷയിലുള്ള ധ്യാനം ഇവിടെ അരങ്ങേറുന്നു. ഇപ്പോൾ കോയമ്പത്തൂര് ബഹുമാനപ്പെട്ട പയ്യപ്പള്ളിയച്ഛൻ്റെ നേതൃത്വത്തിൽ ധ്യാനകേന്ദ്രമായി, അതുപോലെ തന്നെ ട്രിച്ചിയിൽ മറ്റൊരു ധ്യാനകേന്ദ്രമായി, ചെന്നൈ അടുത്ത് ധ്യാനകേന്ദ്രമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ തുടർന്ന് ആന്ധ്രാപ്രദേശിലേക്കുള്ള ശുശ്രൂഷ, തെലുങ്കന്മാർക്ക് വേണ്ടിയുള്ള ധ്യാനം, അതിനു മുമ്പ് തന്നെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ധ്യാനം, അതിനുശേഷം കൊങ്കണി ഭാഷയിലുള്ള ധ്യാനം, കന്നഡ ഭാഷയിലുള്ള ധ്യാനം, ഹിന്ദിയിലുള്ള ധ്യാനം, അങ്ങനെ 7 ഭാഷകളുള്ള ധ്യാനം ഓരോ ആഴ്ചയിലും ഇവിടെ ദൈവം തൻ്റെ ജനത്തെ, തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ കൊണ്ടുവന്ന് നമ്മൾ വചനം പ്രഘോഷിക്കുന്നു. എന്നാൽ 7 ഭാഷയിലുള്ള ഈ ധ്യാനത്തിൻ്റെ എല്ലാം ഒരു പ്രത്യേകത നോക്കിയാൽ ആരാണ് ഇവിടെ വരിക? ഈ ലോകത്തിൻ്റെ സമ്പത്തോ പ്രശസ്തിയോ ബഹുമാനമോ അംഗീകാരമോ ഉള്ളവരല്ല. ആ മേഖലയിൽ അംഗീകാരവും ബഹുമാനവും സമ്പത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർ തകർച്ചയിലേക്ക് വന്നു. പല കാരണത്താൽ അവരുടെ സമ്പത്ത് തകർന്നു തരിപ്പണമാകാൻ ഇടവന്നു, സൽപ്പേര് തകർന്നു തരിപ്പണമാകാൻ ഇടവന്നു, തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് കരുതിയ
ഉത്തമരായ സുഹൃത്തുക്കൾ അവർക്ക് നഷ്ടപ്പെടാൻ ഇടവന്നു. രോഗപീഠകൾ അവരെ അലട്ടാൻ തുടങ്ങി. ഇനി ദൈവം മാത്രം ആശ്രയം എന്ന ഒരവസ്ഥയിലേക്ക് വരുന്നവരാണ് ദരിദ്രർ എന്ന് വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത്. ദരിദ്രർ. അനവിം യാഹ്വേ, യാഹ്വേ മാത്രമേ ഉള്ളൂ, യഹോവ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ആശ്രയം എന്ന് കരുതുന്നവരാണ് ദരിദ്രർ. അവർ ദൈവവചനം കേൾക്കാൻ, വചന സന്ദേശം സ്വീകരിക്കാൻ അവരുടെ ഹൃദയം ഒരുക്കപ്പെട്ടിരിക്കും. അങ്ങനെയുള്ളവരാണ് ദൈവത്തെ തേടി വരിക. അവരോട് സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി, വരം കുറേ പേർക്ക് നൽകി അവരെ ഇവിടെ ഒരുക്കി നിർത്തുകയാണ്. ആ വചനം പ്രസംഗിക്കുന്ന എല്ലാവരും തന്നെ ഏതെങ്കിലും കാലത്ത് തകർച്ചകളിലൂടെ കടന്നുപോയി, പ്രലോഭനങ്ങളിലൂടെ തകർന്നുപോയി, പ്രതിസന്ധികളിലൂടെ കടന്നുപോയി, തങ്ങൾക്ക് തങ്ങളിൽ തന്നെ ഒരു നന്മയും സ്വയമേവ ചെയ്യാൻ കഴിവില്ല എന്ന് തിരിച്ചറിഞ്ഞ് യഥാർത്ഥ എളിമയിലേക്കും യഥാർത്ഥ ദാരിദ്ര്യ ചൈതന്യത്തിലേക്കും നിസ്സഹായതാ ബോധത്തിലേക്കും അവർ വരുമ്പോൾ അവർ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുന്നു, ദൈവത്തെ തേടി വരുന്നു, ദൈവനാമം വിളിച്ചപേക്ഷിക്കാൻ അവർ തയ്യാറാണ്. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ആവസിക്കുവാൻ ദൈവം അവർക്ക് കരുണ കൊടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിലെ ശൂന്യതയിലേക്ക് പരിശുദ്ധാത്മാവ് വന്നിറയുന്നു. പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം വന്നു നിറയുന്നു. അപ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായ ആന്തരിക സൗഖ്യവും മനസമാധാനവും ശാന്തി സമാധാനവും അവർക്ക് ലഭ്യമാകാൻ തുടങ്ങുന്നു. ഈ ലോകം നിലനിൽക്കുന്നതല്ല. ഈ ലോകം ഒരു പരിധി കഴിഞ്ഞാൽ മായ എന്ന വിഭാഗത്തിൽപ്പെടുത്തണം. ലോകാവസാനത്തിൽ ലോകം മുഴുവൻ അപ്രത്യക്ഷമാകും. ദൈവം മാത്രം നിലനിൽക്കും. ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നവരും നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവ് അനാദി മുതലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പദ്ധതി മൂലം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കി ആത്മീയ ദാഹം നൽകി നമ്മളെ ഇവിടെ കൊണ്ടുവന്നു. എന്തിനു വേണ്ടി? നമ്മുടെ തകർച്ചയിലേക്ക്, നമ്മുടെ ബലഹീനതയിലേക്ക്, നമ്മുടെ സഹന ഓർമ്മകളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നിറഞ്ഞ് നമുക്ക് ആന്തരിക സൗഖ്യം ലഭിക്കും. നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവസ്നേഹം വന്നു നിറയും. അതോടൊപ്പം ക്ഷമിക്കുന്ന സ്നേഹം നമ്മിൽ നിറയും, കരുണാർദ്ര സ്നേഹം നമ്മിൽ നിറയും, മനസ്സലിവുള്ള സ്നേഹം നമ്മിൽ നിറയും. നമുക്ക് വേണ്ടി എന്നതിനേക്കാൾ ഉപരിയായി നമ്മേക്കാൾ കഷ്ടത അനുഭവിക്കുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കാനുള്ള കൃപ നമ്മളിൽ വന്നിറയും. എല്ലാ രാജ്യങ്ങളിലും തകർച്ച അനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്ന, ജയിലറകളിൽ കഴിയുന്ന ഓരോരുത്തർക്കും വേണ്ടി യേശുവിൻ്റെ മനസ്സലിവോടെ പ്രാർത്ഥിക്കാനുള്ള വരദാനങ്ങൾ നമുക്ക് ലഭിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ നടത്തുവാനുള്ള കൃപാവരം നമുക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിക്കുമ്പോൾ ഓരോ ശിശുവും ആദം ഹവ്വ ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം മൂലം കടന്നു വന്ന പാപ അടിമത്തത്തിൻ്റെ തുടർച്ചയായ ജന്മപാപത്തോടുകൂടിയാണ് നമ്മൾ ജനിക്കുക. ജന്മപാപത്തോടുകൂടി ജനിച്ച് പിറന്നു വീഴുന്ന ശിശുക്കളെ നോക്കി ഈശോ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയുകയാണ്, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ
അനുവദിക്കുക. അവരെ പോലെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം. മത്തായി 19:14 ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ പോലെയുള്ളവരുടേതാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം സ്വീകരിക്കാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഏറ്റവും ഒരുക്കപ്പെട്ടത്, ആ എളിമയുള്ളത്, ആ ഒന്നുമില്ലായ്മയുടെ അഭിഷേകം നിലനിൽക്കുന്നത് ശിശുക്കളിലാണ്. അപ്പം അവർക്ക് ശിശു മാമോദീസ കൊടുക്കുവാനുള്ള ക്ഷണമായി ഈ വചനത്തെ വ്യാഖ്യാനിക്കാറുണ്ട്. നമ്മളിൽ ഭൂരിപക്ഷം പേരും ശിശുക്കളായിരുന്നപ്പോൾ ദേവാലയത്തിൽ കൊണ്ടുപോയി തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നമ്മളെ വഹിച്ച് കൊണ്ടുപോയി പുരോഹിതൻ ശിരസിൽ വെള്ളമൊഴിച്ച് ഒരു പേര് വിളിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു, മാമോദീസ മുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജ്ഞാനസ്നാനം എന്ന കൂദാശ നമുക്ക് വേണ്ടി നൽകപ്പെട്ടതാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ ശിശുക്കളായി ഇരുന്നപ്പോൾ സ്വീകരിച്ച ശിശു മാമോദീസായാണ്. കുറേ വർഷങ്ങളിലേക്ക് നമുക്ക് പക്വതയും പ്രായമൊക്കെ വന്ന് സ്വന്തമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തി യേശു ദൈവമയച്ച ദൈവത്തിൻ്റെ ഏകപുത്രനാണ്, രക്ഷകനാണ്, നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ച് ഉയർത്തവനാണ് എന്നൊന്നും തിരിച്ചറിയുന്നതിന് മുമ്പേ നമ്മുടെ മാതാപിതാക്കന്മാരുടെയും തലതൊട്ടപ്പൻ്റെയും തലതൊട്ടമ്മയുടെയും വിശ്വാസത്തെ പ്രതി, കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെ പ്രതി നമുക്ക് ജ്ഞാനസ്നാനം എന്ന കൂദാശ നൽകി. എൻ്റെ ഓർമ്മ 20-23 വയസ്സ് വരെ പ്രത്യേക ദൈവാനുഭവമൊന്നും ഇല്ലാതിരിക്കെ ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിൻ്റെ വഴികളിലൂടെ ചരിക്കുവാൻ എനിക്ക് കൃപ കിട്ടിയത് ഈ മാമോദീസായിലൂടെയാണ്. 20-ാമത്തെ വയസ്സിൽ കോളേജ് വിദ്യാഭ്യാസ കാലം സെമിനാരിയിൽ ചേർന്ന് വിൻസെൻഷ്യൻ സമൂഹത്തിൽ ചേർന്ന ശേഷം കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് ഞാൻ അയക്കപ്പെട്ടു പരിശുദ്ധാത്മാവിനാൽ എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുകയാണ്. എനിക്കങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ദൈവാത്മാവിൻ്റെ പ്രവർത്തനം വഴി കോളേജ് വിദ്യാഭ്യാസത്തിന് അയക്കപ്പെട്ടു. എറണാകുളത്ത് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ പഠിക്കുന്ന കാലം, അന്ന് വിൻസെൻഷ്യൻ സമൂഹം എറണാകുളത്ത് പച്ചാളത്ത് വിൻസെൻഷ്യൻ ആശ്രമമുണ്ട്. അവിടെ താമസിച്ചാണ് പോകുക. അവിടെ വിൻസെൻഷ്യൻ അച്ഛന്മാരുടെ കൂടെ പ്രാർത്ഥനയിൽ പങ്കുചേരും. സെമിനാരിക്കാരൻ മാത്രമായിരിക്കെ കാലത്ത് ഒരു അരമണിക്കൂർ ധ്യാനം, കുർബാന, എല്ലാം കൂടി 1.5-1.25 മണിക്കൂർ സമയം പ്രഭാത പ്രാർത്ഥന, വൈകുന്നേരം അരമണിക്കൂർ ജപമാല, ഇതുകൂടാതെ 2 പ്രാവശ്യം നമസ്കാരം ചൊല്ലുക. അങ്ങനെ മൊത്തം 2.5-2.25 മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കുന്ന കാലം. അന്ന് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ട് ഒന്ന് മന്ത്രിച്ചു, നിനക്ക് ഈ പ്രാർത്ഥനാ സമയം മതിയാവുകയില്ല, 1 മണിക്കൂർ സമയം കൂടി വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ചെലവഴിക്കുക. അതെനിക്ക് പെട്ടെന്ന് തോന്നി. വൈകുന്നേരത്തെ ജപമാല 8 മണിക്കാണ്. അതിനു മുമ്പുള്ള സമയത്ത് ആരും പള്ളി കാണില്ല, ചാപ്പലിൽ. ഞാൻ 7 തൊട്ട് 8 വരെ എല്ലാ ദിവസവും മുട്ടിന്മേൽ നിന്ന് കൈകൾ കൂപ്പി 1 മണിക്കൂർ പ്രാർത്ഥനയിൽ ചെലവഴിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ വളരെ മൃദുലമായ ഒരു സ്നേഹ ശബ്ദം ഞാൻ കേട്ടു. ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ഹോളി സ്പിരിറ്റ്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. ഇതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. മാമോദീസായിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതല്ലേ? സ്ഥൈര്യലേപനത്തിൽ അത് ഉറപ്പിക്കപ്പെടാൻ വേണ്ടി വീണ്ടും അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതല്ലേ? അനേക പ്രാവശ്യം കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ചതല്ലേ? വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന കൈക്കൊണ്ടതല്ലേ? ഇനി എന്താണ്? ചോദിക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും എന്നതിൻ്റെ അർത്ഥം. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാലും വളരെ അധികം പ്രാർത്ഥിക്കാറില്ലായിരുന്നു ഈ വിഷയത്തിൽ. എങ്കിലും എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ്
1 കൊല്ലം കൂടെ സെമിനാരി വിദ്യാഭ്യാസം തുടർന്ന് നൊവിഷ്യേറ്റിൽ ചെന്ന കാലം, എ ടൈം ഓഫ് ഇൻറ്റൻസ് പ്രയർ, വയനാട്ടിൽ മീനങ്ങാടിയിലുള്ള മീനങ്ങാടി അടുത്തുള്ള ബാലേശ്വരി വിൻസെൻഷൻ ആശ്രമത്തിലാണ് ഞങ്ങളുടെ നൊവിഷ്യേറ്റ് 1 കൊല്ലത്തേക്കുള്ളത്. 6 മാസം പിന്നിട്ടപ്പോൾ ഒരു പ്രഭാതത്തിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് 1/2 മണിക്കൂർ ധ്യാനമുണ്ട്. ഒരു ധ്യാന പുസ്തകത്തിൽ നിന്ന് വായിച്ചുകൊണ്ട് മുട്ടുകുത്തി നിൽക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് ഞാൻ കണ്ണടച്ചപ്പോൾ 2 കൈപ്പാട് അകടെ ഒരു പ്രകാശഗോളം കത്തി നിൽക്കുന്നത് ഞാൻ കണ്ടു. ദർശനത്തിലാണ് കാണുക. കത്തിജ്വലിക്കുന്ന ഒരു പ്രകാശഗോളം, പൂർണ്ണ ചന്ദ്രനെ പോലെ മധുരിപ്പിക്കുന്ന പ്രകാശം. സൂര്യൻ്റെ ചൂടോ താപമോ ഇല്ല. മനോഹരമായ സുഖവും സൗന്ദര്യവും ആനന്ദവും തോന്നിക്കുന്ന, അഭിഷേകം പുറപ്പെടുവിക്കുന്ന ഒരു പ്രകാശഗോളം അതെൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. വന്ന് എൻ്റെ ശിരസിൻ്റെ മുകളിൽ ആവസിച്ചു, എൻ്റെ ഉള്ളിലേക്ക് കടന്നു. ആദ്യം മനസ്സ് മുഴുവൻ ആ സ്വർഗീയ പ്രകാശത്താലും ആനന്ദത്താലും ദൈവസ്നേഹ അനുഭവത്താലും നിറഞ്ഞു. പിന്നെ എൻ്റെ ശരീരം മുഴുവൻ ആ പ്രകാശത്തിൻ്റെ ആ ഇല്യൂമിനേഷൻ, ഡിവൈൻ ഇല്യൂമിനേഷൻ, ആ കത്തിജ്വലിക്കുന്ന പ്രകാശത്തിൻ്റെ അഭിഷേകത്തിൽ, ദിവ്യമായ ശോഭയിൽ, ദൈവസ്നേഹ അനുഭവത്തിൽ, ആത്മീയ ആനന്ദത്തിൽ ഞാൻ 15 മിനിറ്റോളം ചെലവഴിച്ചു. ആ സമയത്ത് 23 വയസ്സുവരെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിൽ കുമിഞ്ഞുകൂടിക്കിടന്ന ദുഃഖം, നിരാശ, ആകുലത, ഉത്കണ്ഠ, മുറിവേറ്റ ഓർമ്മകൾ, ഇവയെല്ലാം ആ ദൈവസ്നേഹം നിറഞ്ഞ് തുടച്ചു മാറ്റപ്പെടാൻ തുടങ്ങി. എങ്ങോ ആ ദുഃഖത്തിൻ്റെ ഓർമ്മകൾ പോയി മറഞ്ഞു. നിസ്സാര കാര്യത്തിന് വളരെ പെട്ടെന്ന് മുറിവേൽക്കുന്ന തൊട്ടാവാടി സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ഞാൻ. ആരെങ്കിലും ഒന്ന് കളിയാക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് തോന്നിയാൽ മതി, എൻ്റെ മനസ്സിൽ മുറിവേറ്റ് കഴിയും. ആ മുറിവ് ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളും വർഷങ്ങളും കൊണ്ടു നടക്കുന്ന പ്രകൃതം. അങ്ങനെ എൻ്റെ മനസ്സ് നിറച്ച് മുറിവുകളും അതിൽ നിന്ന് ജനിക്കുന്ന ദേഷ്യവും പകയും എല്ലാം നിറഞ്ഞു നിന്നിരുന്നു. ഈ ദൈവിക പ്രകാശം, അതിന് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ കണ്ടതും എന്നിലേക്ക് വന്നതും ലോകത്തിൻ്റെ പ്രകാശമായി യേശു തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൻ്റെ പ്രകാശം ഞാനാകുന്നു എന്ന് അരുളി ചെയ്തവൻ ആണ് എൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രത്യേക ദൈവാനുഭവം തന്നുകൊണ്ട് കടന്നു വന്നത്. അങ്ങനെ 15 മിനിറ്റ് നേരത്തെ കത്തിജ്വലിച്ചു നിൽക്കുന്ന, എന്നാൽ ദൈവസ്നേഹം പതഞ്ഞു നിറയുന്ന ആ അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി. പെട്ടെന്ന് പ്രകാശഗോളം അപ്രത്യക്ഷമായി. പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഇതേ അനുഭവം വീണ്ടും എന്നിൽ ആവർത്തിക്കപ്പെട്ടു. 10-15 മിനിറ്റ് നേരത്തേക്ക് വീണ്ടും ഇതേ അനുഭവം, ഇതേ സൗഖ്യസ്പർശനം, ദൈവസ്നേഹാനുഭവം, ദൈവിക പ്രകാശ പ്രചരിമ എന്നിൽ കത്തിജ്വലിക്കുന്ന ഈ അനുഭവം വീണ്ടും ഒരു 15 മിനിറ്റ് നേരത്തേക്കുണ്ടായി. 3-ാമത്തെ മാസവും 4-ാമത്തെ മാസവും 5-ാമത്തെ മാസവും 6-ാമത്തെ മാസവും ഇത് ആവർത്തിക്കപ്പെട്ടു. 15 മിനിറ്റ് നേരത്തേക്കായിരിക്കാം. 6 മാസമായപ്പോൾ ഒരു സന്ദേശം, ഒരു ഗാനത്തിൽ പാടിയിരിക്കുന്ന സത്യം എൻ്റെ അനുഭവം യാഥാർത്ഥ്യമായി. ആ പാട്ടിങ്ങനെയാണ്. ആരോ എഴുതിയ പാട്ട്: വൻ പാപഭാരത്താൽ തകർന്നവൻ ഞാൻ, അപരാധബോധത്താൽ കുനിഞ്ഞവൻ ഞാൻ, പരൻ യേശു സന്നിധിയിൽ അണഞ്ഞൊരു നാൾ, കരതാരു നീട്ടിയൻ തനുപുണർന്നു, തൻ കരപല്ലവത്തിൽ ഞാൻ അമർന്നു നിന്നു, ഒരു പുത്തൻ സൃഷ്ടിയായി ഞാൻ ചമഞ്ഞു, ഒരു നവ്യ സന്തോഷം മനം നിറഞ്ഞു, അപ്പോൾ പരിപൂർണ സൗഖ്യവും ഞാൻ അണിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വൻ പാപഭാരത്താൽ തകർന്നവൻ ഞാൻ. കുറ്റബോധം, പാപഭാരം, പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങളുടെ മനോപീഡ, ഇതെല്ലാം അലട്ടുന്നു. അതിന് പരിഹാരമില്ല. എന്നും മനോദുഃഖം, എന്നും മനോപീഡ, എന്നും പരാതി, എന്നും ആവലാതി, ഒരിക്കലും സന്തോഷമില്ലാത്ത അവസ്ഥ, ഓർത്തോർത്തുള്ള ദുഃഖം, ഇതെല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട് എന്നെ ഒരു പുതിയ സൃഷ്ടിയായി
പരിശുദ്ധാത്മാവ് വേർതിരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 വർഷത്തിൽ കൂടുതലായി എൻ്റെ വലത് ചെവിക്ക് നല്ല കേൾവിയില്ലായിരുന്നു. ഇപ്പോൾ ദൈവം സഹായിച്ച് നല്ലൊരു കേൾവി കിട്ടി. 2 വർഷമായിട്ട് വലത് ചെവിക്ക് ഒട്ടും കേൾവിയില്ലായിരുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. സംസാരിക്കുകയില്ല, കേൾവിയില്ലായിരുന്നു. അതിലിപ്പോൾ ഇടത് ചെവി ഇന്നലെ കുറച്ച് കേൾക്കാൻ വരുന്നു, ഇന്ന് കുറെ കൂടി കേൾക്കാം. കേൾവിയില്ലായിരുന്നു ഇടത് ചെവി. എത്ര വയസ്സുണ്ട് കുട്ടിക്ക്? 26 വയസ്സായ മകളാണ് ഈ അമ്മയോടൊപ്പം നിൽക്കുന്നത്. ജന്മന കേൾവിയില്ലാതിരുന്ന കുട്ടിയാണ്. ഇപ്പോൾ ഈ കുട്ടിക്ക് ഇടത് ചെവി ഇപ്പോൾ വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കർത്താവിന് നന്ദി പറയും. 3 വർഷമായിട്ട് എനിക്ക് ഇടത്തെ ഡിസ്കിന് വേദന ഉണ്ടായിരുന്നു. പല ഡോക്ടറെയും കാണിച്ചിട്ട് എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എനിക്ക് പൂർണ്ണമായി സൗഖ്യം കിട്ടി. പെടലിൽ തിരിക്കാം, ഒരു കുഴപ്പമില്ല. പെടലേക്ക് 3 വർഷമായി, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. Fax 0091 480 270 8097. Email mail.divinetv@gmail.com. Website www.drcm.org.